ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നാം ഇന്നലെ കണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെക്കുറിച്ചും വരങ്ങളെക്കുറിച്ചുമാണ്. വരങ്ങളിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ ആദ്യമേ തന്നെ നാം ദർശിച്ചത് അറിവിൻ്റെ വചനത്തെക്കുറിച്ചാണ്. അറിവിൻ്റെ വചനം ഉപയോഗിച്ച ഈശോ മിശിഹായെ നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഈശോ സമരയക്കാരിയായ സ്ത്രീയോട് സംസാരിക്കുന്നുണ്ട്. അവളോട് ഈശോ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. ഈശോ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഉള്ളവനും നിന്റെ ഭർത്താവല്ല. അവൾ പറഞ്ഞു, സത്യമായും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോ അവിടെ ഉപയോഗിച്ചത് അറിവിൻ്റെ വചനമാണ്. അതുപോലെ തന്നെ പത്രോസിൻ്റെ കാര്യത്തിലും ഈശോ പറയുന്നുണ്ട്, കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. യേശു ഉപയോഗിക്കുന്നതും അറിവിൻ്റെ വചനമാണ്. അങ്ങനെ ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏലിയ പ്രവാചകനും പ്രവാചകന്മാരും, അപ്പസ്തോല പ്രവർത്തനയ്ക്ക് വരുമ്പോൾ പൗലോസും പത്രോസും അപ്പസ്തോലന്മാരുമെല്ലാം അറിവിൻ്റെ വചനം ഉപയോഗിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട് ഞങ്ങൾ 4 പേര് ഒരുമിച്ച് ഒരു ടാക്സിക്കാറിൽ എറണാകുളത്തുള്ള PVS ഹോസ്പിറ്റലിൽ പ്രാർത്ഥിക്കാൻ പോവുകയും ആ കുഞ്ഞിൻ്റെ ജീവൻ തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി ജീവിക്കുകയില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ആദ്യമേ പറഞ്ഞത് നാളെ വരാമെന്നാണ്. അപ്പോഴാണ് പറഞ്ഞത് ഇന്ന് തന്നെ മരിക്കുമെന്ന് തന്നെ പേടിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം ഡോക്ടർമാർ എല്ലാം ഉപേക്ഷിച്ചു. ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഞങ്ങൾക്കറിയാവുന്ന പ്രാർത്ഥനകളെല്ലാം ഞങ്ങൾ ചെല്ലുന്നുണ്ട്. ജോമാല ചെല്ലുന്നു, കർണക്കൊന്ത ചെല്ലുന്നു, പൂർവ്വർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുടെയും പൂർവ്വരുടെ പേര് പറഞ്ഞ് എടുത്തു പറഞ്ഞ് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഒരു മറുപടിയും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. കുറേ ദൂരം പോയിട്ടും കുഞ്ഞ് രക്ഷപ്പെടുകയില്ല എന്നുള്ള ചിന്തയാണ് മനസ്സിലേക്ക് വരുന്നത്. ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ഒരാൾ കാറിൻ്റെ പുറകിലത്തെ സീറ്റിലേക്ക് അല്പം ഒന്ന് മാറി ഇരുന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സ്വരം അദ്ദേഹം കേട്ടു. ആ കുഞ്ഞ് ജീവിക്കുമെന്നും 65 വയസ്സിന് മുകളിൽ ആ കുഞ്ഞിന് ആയുസ്സുണ്ടായെന്നും ആ ശുശ്രൂഷകൻ കേട്ടു. അതിനുശേഷം ഈ ശുശ്രൂഷകൻ പ്രാർത്ഥിക്കുന്നില്ല. മറ്റുള്ളവരെല്ലാവരും കൂടി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ശുശ്രൂഷകൻ പറഞ്ഞു, കുഞ്ഞ് രക്ഷപ്പെട്ടു, ദൈവം ആ കുഞ്ഞിന് ജീവൻ തിരിച്ചു കൊടുത്തു. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും പുറത്ത് ഒരു ബെഞ്ചിൽ ഈ ശുശ്രൂഷകൻ ഇരിക്കുക. കാരണം അവൻ ചിരിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ള എല്ലാവരും കൊച്ചിനെ മരണം പ്രതീക്ഷിച്ച് ദുഃഖിച്ചിരിക്കുമ്പോൾ ഈ ശുശ്രൂഷകൻ ചിരിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈശോ പറഞ്ഞ വാക്ക് അവൻ കേട്ടു. അവന് അറിവിൻ്റെ വചനം ദൈവം കൊടുത്തു. പ്രിയ സഹോദരങ്ങളെ, പിറ്റേ ദിവസം മുതൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഡോക്ടർമാർ കൊടുക്കുന്ന മരുന്ന് സ്വീകരിക്കുവാൻ തുടങ്ങി. കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ട് 3-ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോന്നു. ആ കുഞ്ഞ് ഇന്നും ദീർഘായുസ്സോടെ ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അറിവിൻ്റെ വചനം നമ്മൾക്ക് ദൈവം തരുന്നത് സഭയെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണ്. പല കാര്യങ്ങൾ അതിൽ സംഭവിക്കുന്നുണ്ട്. അറിവിൻ്റെ വചനം സ്വീകരിക്കുമ്പോൾ ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വരങ്ങളെല്ലാം പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അവനവൻ്റെ വ്യക്തിയുടെ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഓരോ വരങ്ങളും ഉപയോഗിക്കേണ്ടത്. സഭയെ പടുത്തുയർത്തണം. ഈ വരങ്ങൾ ഉപയോഗിക്കുമ്പോൾ രഹസ്യ പാവങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി കിട്ടും.
അതാണ് സമരക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അതിന് വരാൻ പോകുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടും. അതാണ് പത്രോസിന്റെ കാര്യത്തിലും ഈശോ പറഞ്ഞത്. മറ്റൊന്ന്, രോഗികൾ സൗഖ്യം പ്രാപിക്കും. അത് നമ്മളിപ്പോൾ അനുഭവത്തിലൂടെ ഒരു കാര്യം നമ്മളോട് ഞാൻ പറയുകയുണ്ടായി. സഭയിൽ അംഗങ്ങൾ കൂടും. തന്നെയുമല്ല, ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടും. അതായത് ആത്മീയമായി പങ്കുവെക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറിവിൻ്റെ വചനം. തൻ്റെ അടുത്ത് വന്നിരിക്കുന്ന വ്യക്തികളുടെ ഹൃദയ രഹസ്യങ്ങൾ അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അത് അവരെ വിശ്വാസത്തിലേക്ക് നയിക്കും, മാനസാന്തരത്തിലേക്ക് നയിക്കും, ഈശോയെ ഏകരക്ഷകനായി അവർ സ്വീകരിക്കും, വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കും, അനേകരെ വിശുദ്ധിയിലേക്ക് അവർ കൂട്ടിക്കൊണ്ട് വരും. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, വരാൻ പോകുന്ന കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും. വിവാഹം നടക്കുവാൻ വേണ്ടി ഓടി നടക്കുന്ന വ്യക്തികൾ ഒരു എത്ര ആലോചിച്ചിട്ടും വിവാഹം നടക്കുന്നില്ല. ഒരു ശുശ്രൂഷകൻ ഒരു വീട്ടിൽ ചെന്നു പറഞ്ഞു, മകൻ്റെ വിവാഹം ഇങ്ങനെ നടക്കുന്നില്ല, ഒന്ന് പ്രാർത്ഥിക്കണം. അവൻ പറഞ്ഞു, ഇന്ന മാസം ഇത്രാം തീയതി നിങ്ങളുടെ മകൻ്റെ വിവാഹം നടക്കും. ഒരു സ്വർഗസ്വന പിതാവ് എന്ന് നന്മ നിറഞ്ഞു പറയുമ്പോൾ ത്രിത്വസ്തുതം ചൊല്ലി ആ ശുശ്രൂഷകൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അവർ ഈ ശുശ്രൂഷിക്കുന്ന ഒത്തിരിയേറെ ദൈവവചനങ്ങളും മണിക്കൂറോളം നീണ്ട പ്രാർത്ഥനകളുമാണ് ആ വീട്ടുകാർ ആഗ്രഹിച്ചിരുന്നത്. ദൈവത്തിൻ്റെ സ്വരം സ്വീകരിച്ച ആ ശുശ്രൂഷകൻ ഇത്ര മാസം ഇത്രാം തീയതി വിവാഹം നടക്കും, ദൈവത്തിൻ്റെ സ്വരം കിട്ടിയപ്പോൾ പിന്നെ അവിടെ അധികം പ്രാർത്ഥനയുടെ ആവശ്യമില്ലെന്ന് ആ സഹോദരന് മനസ്സിലായി. ആ സഹോദരൻ അവിടുന്ന് പോകും. പക്ഷേ അതേ മാസവും അതേ സമയത്തും ഇവരുടെ മകൻ്റെ വിവാഹം നടന്നു. അപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും. ചില കുട്ടികളെ ജോലി കിട്ടിയതിന് ശേഷം വിദേശത്തേക്ക് പോയതിന് ശേഷം വിവാഹം നടന്നാൽ മതി എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ആത്മീയമായി പങ്കുവെക്കാൻ ചെല്ലുമ്പോൾ അവർ പറയുകയായിരിക്കും, ഒരുപക്ഷെ വിവാഹം നടന്നതിന് ശേഷമേ നീ വിദേശത്ത് പോവുകയുള്ളൂ. അതും അറിവിൻ്റെ വചനം ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ദൈവമാണ് ഇതിനെല്ലാം നിദാനം. അതുകൊണ്ട് ഈശോയെ ഏകരക്ഷകനായി എല്ലാവരും സ്വീകരിക്കപ്പെടും. ഈ വരം ലഭിക്കുവാൻ വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദാനങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറയുകയുണ്ടായി, ദൈവത്തിനു വേണ്ടി നമ്മളെ എത്രമാത്രം നീക്കിവെക്കപ്പെടുന്നുവോ, അല്ലെങ്കിൽ സ്വയം വെടിഞ്ഞ് സ്വാർത്ഥത വെടിഞ്ഞ് കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി നിന്നെ തന്നെ എത്രമാത്രം വിശുദ്ധിയോടെ നീക്കിവെക്കപ്പെടുന്നുവോ, അത്രയധികമായി ദൈവത്തിൻ്റെ കൃപ അല്ലെങ്കിൽ ദാനങ്ങൾ, വരങ്ങൾ നിന്നിലേക്ക് വർഷിക്കപ്പെടും. ദൈവത്തിനു വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുക, വിശുദ്ധിയോടെ ജീവിക്കുക, കൂദാശകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കേട്ട ഇന്നത്തെ വചനം അറിവിൻ്റെ വചനമാണ്. ഈ വരം അല്ലെങ്കിൽ ഈ ദാനം നമ്മളിലേക്ക് സുലഭമായി എത്തുവാൻ തക്കവിധം നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വരങ്ങളിൽ പെട്ട അറിവിൻ്റെ വചനം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹനാഥനെ ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ നീ കരുണ വർഷിക്കണം. അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ നീ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ പാവങ്ങൾ പുറത്ത് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈശോയെ, ആത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ഞങ്ങളിലേക്ക് സമർത്ഥമായി ഭക്ഷിക്കണമേ. അറിവിൻ്റെ വചനത്തിലൂടെ ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും, എല്ലാ സഹോദരങ്ങളുടെയും മാതാപിതാക്കന്മാരുടെ മേലും നിൻ്റെ ആത്മാവിൻ്റെ പ്രവാഹം സമർത്ഥമായി ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവെ, അറിവിൻ്റെ വരത്തോടെ മക്കളെ മുന്നോട്ട് നയിക്കണമേ. അറിവില്ലായ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പാപങ്ങൾ ചെയ്തു കൂട്ടും. അറിവുണ്ടെങ്കിൽ ദൈവമേ, നിന്നോട് കൂടെ ഞങ്ങൾ സഞ്ചരിക്കും. ഞങ്ങൾക്ക് അവിടുത്തെ പ്രത്യേകമായ ദാനവും വരവും നൽകി അനുഗ്രഹിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും അമ്മ പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.